ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ മൺഡേയിലെ സ്റ്റോറി ആട്ടോ പറയുന്നത്. തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാവുക കേട്ടോ. അലീനയോടാണ് ദേഷ്യം വരുന്നത്. ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, വെറുതെ കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ടിളക്കി അതിൻ്റെ അടുത്തുനിന്ന് കടി വാങ്ങിച്ചപ്പോൾ സമാധാനമായില്ലേ എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ് അലീനയോട്. വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ്. അതുമാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിലൊക്കെ വൈജയന്തി നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ജോലിയൊക്കെ കൊടുത്ത് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഒരു ഭയങ്കര പീഡനം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അലീനയോട് പെരുമാറുന്നത്. അങ്ങനെ ഭയങ്കര വിഷമിച്ചാണ് അലീന റൂമിലേക്ക് ചെല്ലുന്നത് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അലീന ഇങ്ങനെ കരഞ്ഞോണ്ടാണ് വരുന്നത്. എന്തു പറ്റി കുഞ്ഞ്, എന്തിനാ നീ കരയണത് മോളെ? അലീന എന്തിനാ നീ കരയണേന്ന് ചോദിക്കാട്ടോ. അപ്പം കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും പറയട്ടോ. അലീന എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, എൻ്റെ മമ്മിയെ വളരെ മോശമായിട്ട് സംസാരിച്ചു, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അവർ, പക്ഷേ എൻ്റെ മമ്മിയെ കുറിച്ചിട്ട് വളരെ മോശമായി സംസാരിച്ചു. അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ സമ്മതിച്ച് തരത്തുമില്ല. കാരണം എൻ്റെ മമ്മി എങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയതെന്ന് എനിക്കറിയാം. എൻ്റെ അമ്മ പഴച്ചു തന്നെയാണ് എന്നെ പെറ്റത്. ഞാനത് അവരുടെ മുഖത്ത് നോക്കി തന്നെ, മുത്തശ്ശിയുടെ മോളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പഴച്ചു പറ്റത് തന്നെയാണ്. പക്ഷേ എൻ്റെ മമ്മിയെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, മോശക്കാരിയാക്കി കഴിഞ്ഞാൽ ഞാൻ സഹിക്കില്ല, ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയാട്ടോ. അവളൊരു എടുത്തുചാട്ടക്കാരിയാണ് മോളെ, ഇവൾ എന്തിൻ്റെ കേടാണെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അവളോടുള്ള ഒരു ദേഷ്യം കാണിക്കുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല മുത്തശ്ശി, അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് അവർ തുറന്ന് പറയുകയും ചെയ്തു. എന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ്. അവർ പോയിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ കൂട്ടിക്കൊണ്ടുവരത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. മനുച്ചേട്ടനെയും ആ സാറിനെയും ഒക്കെ വഴക്ക് പറയാണ്. അവർ പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്നതിൽ തൊലിവെളുപ്പുള്ള പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നു അവർ, അല്ലെങ്കിലും ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയല്ലേ എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇവൾ എന്തൊക്കെ അനാവശ്യമാണ് പറയുന്നത്. അതും മനുവിനെ കുറിച്ചും ബാലചന്ദ്രനെ കുറിച്ചും. ഇത്രയും നല്ല രണ്ടുപേരെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറയാട്ടോ. വേറെ ആരെക്കുറിച്ച് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഹരിയോ ഇനി രോഹിത്തോ, വേറെ ആരെക്കുറിച്ച് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷേ മനു അത്രയും നല്ല മോനാണ്. അവൻ്റെ അടുത്തുനിന്ന് ഒരു ചീത്തതായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ബാലചന്ദ്രനും. ഒരു മോശം സ്വഭാവക്കാരനല്ല ബാലചന്ദ്രൻ. അതുകൊണ്ടല്ലേ വൈജയന്തിയെ ക്ഷമിച്ചും സഹിച്ചൊക്കെ ഇവിടെ ജീവിക്കുന്നത്, അവളുടെ കൂടെ ജീവിക്കുന്നത് എന്നൊക്കെ പറയണം മുത്തശ്ശി. സാരമില്ല, എല്ലാം ശരിയായിക്കോളും മോളതൊന്നും മനസ്സിൽ വെക്കണ്ട എന്നൊക്കെ പറയണം അലീനയോട് മുത്തശ്ശി. ശരി, നീ പോയി ഡ്രസ്സ് മാറ്, എന്നിട്ട് വന്ന് കിടക്കാൻ നോക്കുമെന്ന് പറയാട്ടോ. അങ്ങനെ അലീന പോയി ആ ഡ്രസ്സൊക്കെ മാറി വന്ന് കിടക്കുകയാണ്. കിടക്കുമ്പോഴും അലീനയ്ക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ. ആകെ വിഷമമാണ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെക്കുറിച്ച് പറഞ്ഞത് മാത്രമല്ലല്ലോ, അമ്മയെക്കുറിച്ച് പോലും മമ്മിയെക്കുറിച്ച് പോലും പറഞ്ഞില്ലേ. അതൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമമാണ്. അങ്ങനെ മമ്മിയെക്കുറിച്ച് തന്നെ ഓർത്ത് ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ആ കിടക്കുന്നതിൽ അലീന ഉറങ്ങിപ്പോവാണ്. അങ്ങനെ ഉറക്കത്തിൽ അലീന സ്വപ്നം കാണുകയാണ്. ബ്രിജിത്ത മമ്മിയെ സ്വപ്നം കാണാം കേട്ടോ. അലീനയും ബ്രിജിത്ത മമ്മിയും കൂടെ സംസാരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. ബ്രിജിത്ത മമ്മി വന്നിങ്ങനെ വിളിക്കണം, മോളെ അലീന, മോളെ അലീന എന്ന് വിളിക്കണം. അങ്ങനെ അലീന ബ്രിജിത്ത മമ്മിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സംസാരിക്കുന്നതാണ് സ്വപ്നത്തിൽ കാണുന്നത്. നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മമ്മി കണ്ടില്ലേ, എൻ്റെ സ്വന്തം അമ്മയുടെ അടുത്താണ് മമ്മി എന്നെ പറഞ്ഞയച്ചത്. പക്ഷേ എൻ്റെ അമ്മ എന്നോട് പെരുമാറുന്നത് മമ്മി കാണുന്നില്ലേ? ഇങ്ങനൊരു അമ്മയായിരുന്നു എൻ്റേത്, ഇങ്ങനെയൊരു അമ്മയെ എനിക്ക് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കാട്ടോ. എൻ്റെ മമ്മി എത്ര നല്ലതാണ്, എൻ്റെ മമ്മി മതിയായിരുന്നു എനിക്ക്, ഈ അമ്മയുടെ അടുത്തേക്ക് വരണ്ടായിരുന്നു, മമ്മി എന്തിനാ ഞങ്ങളെ വിട്ടിട്ട് പോയത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിഷമിക്കാട്ടോ. മോളെ അങ്ങനെയൊന്നും പറയരുത്, എല്ലാം ശരിയാകും, ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട, എല്ലാം ശരിയായിക്കോളെന്ന് പറയാട്ടോ ബ്രിജിത്ത മമ്മി. എന്നിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മളാണ് സത്യമെങ്കിൽ, നമ്മളുടെ അടുത്താണ് ശരിയുള്ളതെങ്കിൽ അത് നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കൊന്നും വേണ്ട, നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും, അത് അവർക്ക് ബോധ്യമായിക്കോളും. നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മോള് സമാധാനമായിട്ടിരിക്കുക, ക്ഷമിക്കുക, എല്ലാം സഹിക്കുക, കർത്താവ് കൂടെയുണ്ട്, ഈശോ നിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നിനക്ക് പരിഹരിക്കാനായിട്ട് പറ്റും എന്നൊക്കെ പറയണം ബ്രിജിത്ത അമ്മ കേട്ടോ. എന്നിട്ടും അലീനയ്ക്ക് വിഷമം മാറുന്നില്ല. എന്നാലും ഞാൻ ഇങ്ങനെയൊന്നുമല്ല മമ്മി വിചാരിച്ചത്, എൻ്റെ സ്വന്തം അമ്മയല്ലേ, അവർക്ക് ഇങ്ങനൊരു ഓർമ്മ പോലും ഇല്ലല്ലോ. ഞാനൊരു കുഞ്ഞിന് മുൻപ് ജന്മം നൽകിയിട്ടുണ്ട്, അത് മരിച്ചു പോയതാണെന്നാണ് അവർക്ക് അറിയാവുന്നത്. എന്നാലും അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത പോലും അവർക്ക് ഇല്ലല്ലോ. എന്നിട്ടല്ലേ അവർ എൻ്റെ അമ്മ പിഴച്ചാണ് എന്നെ പെറ്റത് എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ, എൻ്റെ മമ്മ എന്നെ പിഴച്ച് പ്രസവിച്ചത് തന്നെയല്ലേ, അത് തന്നെയല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഞാൻ സഹിക്കാം, ക്ഷമിക്കാം. പക്ഷേ മമ്മിയെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, ഞാനത് ക്ഷമിക്കത്തുമില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ച് കൊടുക്കത്തുമില്ല, ഞാനതിന് പ്രതികരിക്കും എന്നൊക്കെ പറയാണ് അലീന.
മോള് ഒരുപാട് വാഗ്വാദത്തിനും തർക്കത്തിനും ഒന്നും നിൽക്കണ്ട, എല്ലാം ഒരു മയത്തിൽ അങ്ങനെ നിന്നാൽ മതി. എന്നെ പറ്റി അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. മോൾ അവിടെ സുരക്ഷിതമായിട്ട് ഇരുന്നാൽ മതി. എന്താണെങ്കിലും മോൾക്ക് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവരങ്ങനെ കടിച്ചു കയറാൻ നിൽക്കുന്ന സ്ത്രീ ആണെങ്കിലും മോൾ അവിടെ സേഫായിരിക്കും. മോൾ അവിടെ തന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം, എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ മാറി വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബ്രിജിത്താമ്മ ആശ്വസിപ്പിക്കുകയാണ്. പെട്ടെന്ന് ഉറക്കത്തിൽ മമ്മി എന്നിട്ട് പറഞ്ഞിട്ട് ബ്രിജിത്താമ്മ ഇങ്ങനെ പോവാട്ടോ, ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ബ്രിജിത്താമ്മ ഇങ്ങനെ മറിഞ്ഞിങ്ങനെ പോകണം. അപ്പം മമ്മി പോവല്ലേ, എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ ഉറക്കത്തിൽ മമ്മി മമ്മി എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണരാട്ടോ. അപ്പോൾ പെട്ടെന്ന് മമ്മി എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഉണരുകയാണ്. അപ്പം താനൊരു സ്വപ്നമാണ് കണ്ടത് എന്നുള്ളത് അലീനയ്ക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അലീന പിന്നെ ആകെ വിഷമിക്കുകയാണ്, കരയുന്നുണ്ട്. മമ്മിയെക്കുറിച്ച് ഓർത്തിട്ട് വീണ്ടും കരഞ്ഞ് പിന്നെ കിടന്നുറങ്ങാട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അലീന എഴുന്നേറ്റ് മുറ്റമൊക്കെ തൂക്കാനായിട്ട് വൈജയന്തി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കണം, അടിച്ചു വരി വൃത്തിയാക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ, നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ ഒരു പട്ടിക്കുഞ്ഞുണ്ട്. നല്ല കാണാൻ ഭംഗിയുള്ളൊരു പപ്പിക്കുഞ്ഞുണ്ട് കേട്ടോ. അതിങ്ങനെ അലീനയെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് അലീനയുടെ നേരേക്ക് ഇങ്ങനെ ചാടി ഇങ്ങനെ വരാനായിട്ട് നോക്കുക. പക്ഷെ ആ ഗേറ്റും ക്ലോസ് ആണ്, ഈ ഗേറ്റും ക്ലോസ് ആണ്. അപ്പോൾ പക്ഷെ ആ പട്ടിക്കുഞ്ഞ് ഇങ്ങനെ അലീനയെ കണ്ടിട്ട് ഇങ്ങനെ അതിൻ്റെ സ്നേഹം ഇഷ്ടം പ്രകടിപ്പിക്കുക കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് ഇങ്ങോട്ടേക്ക് വരണോ, അത് ഞാൻ അങ്ങോട്ട് വരണോ എന്നൊക്കെയുള്ള രീതിയിൽ അലീന ആ പട്ടിക്കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് അവിടെ നിന്ന് വൈജയന്തി കാണുക കേട്ടോ. നീ ആരോടെ സംസാരിക്കുന്നതെന്ന് ചോദിക്കണം. ഒന്നുമില്ല, ഞാൻ ആ പട്ടിക്കുഞ്ഞിനോട് സംസാരിച്ചതാന്ന് പറയാം കേട്ടോ. നീ പട്ടീനോടും പൂച്ചനോടും സംസാരിച്ച് നിൽക്കാതെ പെട്ടെന്ന് ആ ജോലി തീർത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ഒരുപാട് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അലീനയെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞുമോളെ പിരിച്ചു വിടുക കേട്ടോ. കുഞ്ഞുമോളെ പറഞ്ഞയക്കുകയാണ്. കുഞ്ഞുമോളെ പറഞ്ഞയക്കുമ്പോൾ കുഞ്ഞുമോൾക്ക് ശമ്പളം കൊടുക്കണം. അത്രയും ദിവസം ജോലി ചെയ്തതിൻ്റെ ശമ്പളം കൊടുക്കുക കേട്ടോ. അങ്ങനെ ശമ്പളം കൊടുക്കുന്ന സമയത്ത് കുറച്ച് കാശ് കൂടുതൽ, അതായത് 200 രൂപ കൂടുതൽ കൊടുക്കുക കേട്ടോ വൈജയന്തി. അപ്പോൾ ഇതെന്തിനാ കൂടുതൽ, ഇതിൽ ശമ്പളത്തേക്കാൾ കൂടുതൽ കാശുണ്ടല്ലോ എന്ന് നമ്മുടെ കുഞ്ഞുമോൾ ചോദിക്കുമ്പോൾ അതിരിക്കട്ടെ, അത് നിൻ്റെ അഹങ്കാരത്തിനായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുമോൾ പറയുന്നുണ്ട്, എൻ്റെ അഹങ്കാരത്തിനായിട്ടാണ് ഇത് തന്നതെങ്കിൽ ഇത് എനിക്ക് വേണ്ട, ഇത് ഏറ്റവും യോഗ്യത ഉള്ളത്, ഇത് കിട്ടാൻ ഏറ്റവും യോഗ്യതയുള്ളത് കൊച്ചമ്മ തന്നെയാണ്, ഇത് കൊച്ചമ്മ തന്നെ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ 200 രൂപ വൈജയന്തിയുടെ മുഖത്തേക്ക് വലിച്ചെറിയണം. ആ സമയത്ത് ബാലചന്ദ്രമേനോൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളി ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല, ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കണം. ഇതൊക്കെ അവൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് എന്നുള്ളൊരു ഭാവം കേട്ടോ. വൈജയന്തിക്ക് ഇതൊക്കെ കിട്ടേണ്ടത് തന്നെയാണ്, അവൾ ചോദിച്ച് വാങ്ങുന്നതാണ് എന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാണ് ബാലചന്ദ്രമേനോന് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുമോള് പറഞ്ഞയച്ചു. കുഞ്ഞുമോള് അവിടെ നിന്ന് പോയി. അങ്ങനെ പിന്നെ എല്ലാ ഡ്യൂട്ടിയും അലീനയ്ക്ക് വരിക കേട്ടോ. അങ്ങനെ അലീനയെ വിളിച്ചിട്ട് കിച്ചണിലേക്ക് കൊണ്ടുപോവുകയാണ് വൈജയന്തി. കിച്ചണിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഫുഡ് ഇത്ര സമയത്ത് റെഡി ആവണം, അത് ഓരോരുത്തർക്കും ഓരോരോ ഫുഡ് വേണം കേട്ടോ. വൈജയന്തിക്ക് വേറെ ഫുഡാണെങ്കിൽ ബാലചന്ദ്രമേനോന് വേറെ, ബബിതയ്ക്ക് വേറെ, രോഹിത്തിന് വേറെ, അതുപോലെ കൃഷ്ണമോക്ക് വേറെ, അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ട്, അതൊക്കെ ഉണ്ടാക്കണമെന്ന് പറയണം. അപ്പോൾ ചോദിക്കേണ്ട ഇത്രയൊക്കെ ഫുഡ് ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണം. പിന്നെ നീ എന്ത് കരുതി ഇവിടെ ഇങ്ങനെ സുഖവാസത്തിന് വന്നാന്ന് കരുതിയോ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം, അമ്മയുടെ കാര്യങ്ങൾ അതിൻ്റെ കൂടെ നോക്കിയാൽ മതി, അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കാനായിട്ടൊന്നും ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറയണേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ കള്ളത്തരമൊന്നും കാണിക്കാൻ പറ്റത്തില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നൊക്കെ പറയാട്ടോ. ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല, അതൊക്കെ എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എല്ലാം കണ്ടറിഞ്ഞ് നോക്കിയും കണ്ടും ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം നോക്കിയും കണ്ടും ചെയ്തോ, ഞാൻ പറയാതെ ഒരു കാര്യം ചെയ്യാനും നിൽക്കണ്ട, പിന്നെ ബാലചന്ദ്രൻ്റെയും രോഹിത്തിൻ്റെയും കാര്യത്തിലൊന്നും കൂടുതൽ ഇടപെടാൻ നിൽക്കണ്ട, അവരുടെ മുന്നിലേക്കൊന്നും വല്ലാണ്ട് എക്സ്പോസ് ചെയ്തുകൊണ്ട് പോകാനും നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് അത് ഭയങ്കര മോശമായിട്ട് തോന്നുകയാണ്. എന്നെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറയുമ്പോൾ നിന്നെപ്പറ്റി ഇനി കൂടുതൽ എന്തറിയാനാണ്, നിന്നെപ്പറ്റി ഇനി എന്താണ് അറിയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മോശമായിട്ട് തന്നെ സംസാരിക്കുക കേട്ടോ. ഞാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയട്ടോ അലീന. നീ ആരാണെന്ന് വിചാരിച്ചാൽ നീ ആരാണെന്ന് വിചാരിച്ചാൽ നിന്നോട് സംസാരിക്കേണ്ടത്? നീ ഒന്നുമല്ല, നീ വെറും സെർവൻറ്റ് മാത്രമാണ്, ഏതോ അനാഥാലയത്തിൽ ജനിച്ച് വളർന്ന ഒരു സെർവൻറ്റ് മാത്രമാണ്, ഒരു എന്താ പറയുക, ആരും കൂടും കുടുംബവും പേരും ഒന്നുമില്ലാത്ത ഒരു അനാഥ പെണ്ണാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വീണ്ടും താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയാണ് വൈജയന്തി. അങ്ങനെ വീണ്ടും വൈജയന്തി അലീന ഒരു യുദ്ധം, അതായത് വൈജയന്തി അലീനയോട് യുദ്ധം പ്രഖ്യാപിച്ച പോലെയുള്ള അറ്റ്മോസ്ഫിയറാണ് ഇനി ആ വീട്ടിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. അതുപോലെ ബബിതയും തന്നെ വളരെ റഫായിട്ടാണ്, വളരെ ഒരു പരുക്കൻ മട്ടിലാണ് അലീനയോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്.
കൃഷ്ണമോൾ അങ്ങനെയല്ല. ബാലചന്ദ്രമേനോന് പിന്നെ വൈജയന്തിയെ മറികടന്ന് ഒരു വാക്കും മിണ്ടാനുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വീക്കിൽ സംഭവിക്കുന്ന നെക്സ്റ്റ് മൺഡേ ടു സാറ്റർഡേ സംഭവിക്കുന്ന എപ്പിസോഡിൻ്റെ ഫുൾ സ്റ്റോറി ആയിട്ട് റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.